ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മുതിര വെച്ചിട്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 കപ്പ് മുതിരയാണ് എടുത്തത്. അത് ഒന്ന് നല്ല കുതിർത്തെടുക്കണം. കുറച്ച് വെള്ളമൊഴിച്ച് ഓവർനൈറ്റ് വയ്ക്കണം. ഇപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇത് 1-2 തവണ ഒന്ന് വാഷ് ചെയ്ത് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്കത് കുക്കറിലേക്ക് ഇടാം. നമ്മൾ മുതിര എടുത്തിരുന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് മുതിരയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ്. എന്നിട്ട് ഇത് ഒരു 6 വിസിൽ അടിക്കേണ്ടി വരും. 1 വിസിൽ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 5 വിസിൽ ലോ ഫ്ലെയിമിലും ആക്കണം. കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കതിൻ്റെ കൂട്ട് റെഡിയാക്കാം. 1 കപ്പ് തിരുമിയ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ അല്പം കുറഞ്ഞ അളവിൽ ജീരകം മതിയാവും. ഇനി നമുക്കൊരു 5-6 വെളുത്തുള്ളിയും ചേർക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്താൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ പ്രഷറൊക്കെ പോയി. ഈ മുതിരത്തോരൻ നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ. ഇപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ ഡ്രൈ ആവാതെ ഇതേ രീതിയിലാണ് അത് ഇരിക്കേണ്ടത്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കടുവറുത്തൊക്കെ ചേർക്കണം. ചീനച്ചട്ടി നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് അത് നല്ല ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച മുതിര ചേർക്കാം. ഫ്രണ്ട്സ്, ഇതിന് മുന്നേ കുറേയേറെ വെറൈറ്റി ആയിട്ടുള്ള തോരൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഇത് നമുക്ക് എണ്ണയിൽ ഇട്ട് തന്നെ 1-2 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഫ്ലേവർ നല്ലപോലെ അതിലേക്ക് ഇറങ്ങും. ഇങ്ങനെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതിയാകും. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അല്പം കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് അതും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ മുതിരത്തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു തോരനാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാകും. ഈ തോരന് ആവശ്യത്തിന് എരിവും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവറും ഉള്ളതിനാൽ കഞ്ഞിയോടൊപ്പമൊക്കെ നല്ല ടേസ്റ്റാണ്. അതുകൂടാതെ ഊണിനോടൊപ്പവും. അതെല്ലാം നമ്മൾ ബൗളിലേക്ക് മാറ്റി ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.